ശതശൃംഗവാസി മാതാഭ്രാതൃസഹിതം ഹസ്തിനപുരത്തിലെത്തി ജീവനാർത്ഥം. അന്നു മുതൽ ഒരു പാണ്ഡവർ തമ്മിൽ വൈരികൾ, ദുര്യോധനാദിക്കു പ്രഥമ ശത്രു. ഗംഗയിൽ പ്രമാണകോടിയിലൊരു ജലോത്സവം ആഘോഷമായഥ നടന്നു 105 പേർ. അമിത മദ്യത്തിന്റെ ലഹരിയിൽ മയക്കി ഭീമനെ ബന്ധിച്ചു ഗംഗയിലുമാഴ്ത്തി. താഴ്ന്നു താഴ്ന്നു നാഗലോകത്തിലെത്തി. നാഗരാജനാം വാസുകി വരം നേടി അഷ്ടകലശങ്ങളിൽ നാഗരസമേകി 10,000 നാഗബലമാണ്ടു ഭീമൻ. അജ്ഞാതവാസകാലേ വിരാടത്തിലൊരു കുശിനിപ്പണിക്കാരനായ വലലൻ കാണിക്കുദാസിയായി കഴിയുന്ന പാർഷദിയെ പലവിധം ദ്രോഹിക്കുവാനവിടെ കീചകൻ. ഇനിവയ്യ എന്നവൾ ഭീമനോടുര ചെയ്തു ആനയിക്കൂ നൃത്തശാലയിൽ എന്നവൻ. ഭീമബലബാഹുവിനടിയിൽ ഞെരിഞ്ഞമർന്നസ്തമിച്ചു കാമവിഗ്രഹൻ കീചകൻ. കുറുക്കൾ സഭയിൽ പാർഷദിയെ പുടുപുടവയൂരിയെറിഞ്ഞപമാനിക്ക് ചങ്ങലക്കിട്ടോരു ചണ്ടമാരുതനെ പോലലറി കുരു സഭ കുലുങ്ങും വിധം. ഇതിനു പകരം നീട്ടിടാതെ അടങ്ങുകില്ലേ മാരുതി, അടങ്ങുകില്ലേ മാരുതി. യുദ്ധം, കുരുക്ഷേത്രയുദ്ധം. പ്രളയാഗ്നി പോലെ എതിരിടും നൂരനെ കുരുസോദര ഭീഷ്മം. സിംഹമാവേശിച്ചപ്പോൾ രൗദ്രഭീമനായി മാറിയ സംഗ്രാമധീരൻ. കൊടുനകരനഖമുനക കൊണ്ടു ദുശാസനൻ തന്റെ മാറിടമവൻ ക്രൂരം പിളർന്നു. രുധിരപാനം ചെയ്തു കുടൽമാല കണ്ഠത്തിലണിയുന്നു കളിയടങ്ങാത്തൊരു മാരുതി. കണ്ഠത്തിലണിയുന്നു കളിയടങ്ങാത്തൊരു മാരുതി. യുദ്ധം ജയിച്ചവൻ രാജാവെങ്കിൽ ഹസ്തിനപുര നൃപൻ ഭീമനല്ലേ. കൗരവരെന്നും ഭയന്ന നാമം എങ്കിലും കഥയിൽ ഇവനെന്നും 2-ാമൂഴം.